ബിഗ് ബോസിലൂടെയും സ്റ്റാർ മാജിക്കിലൂടെയും മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു താരം തന്നെയാണ് അനുമോൾ. അനുമോൾ എന്ന നടിയേക്കാൾ ഉപരി പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തത് അനുമോൾ എന്ന ബിഗ് ബോസ് മത്സരാർത്ഥി തന്നെയാണെന്ന് പറയാം. ബിഗ് ബോസ് മത്സരത്തിന്റെ അവസാന സീസണിലെ വിജയി കൂടിയായിരുന്നു അനുമോള്. വളരെ പെട്ടെന്ന് മൈൻഡ് ഗെയിമോടെ തന്നെയായിരുന്നു അനുമോൾ ആ ഷോയിൽ ഒന്നാമതെത്തിയതെന്ന് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയെന്ന് മുതൽ അനുമോളോടുള്ള ഇഷ്ടം കൂടിയെന്ന് തന്നെ പറയാം. ഇപ്പോഴിതാ അതിലൂടെ നേടിയ പ്രശസ്തി കൂടുതലും താരത്തിന് സന്തോഷ വാർത്തകളുടെ കൂമ്പാരം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോഴിതാ അനുമോൾ സമ്മാനമായി കിട്ടിയ കാറും കൈയും വീശിപ്പോയാൽ കിട്ടില്ല എന്നും അനുമോൾ അടിച്ചത് എത്ര ലക്ഷം രൂപയുടെ കാറാണ് എന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. 11 ലക്ഷം അടക്കേണ്ടി വന്നു, ആഗ്രഹിച്ച നമ്പറും കിട്ടി. അനുമോൾ ഈ വാർത്തയെല്ലാം പങ്കുവയ്ക്കുന്നത് നമുക്ക് വേണ്ടി കൂടിയാണ്. 11 ലക്ഷത്തിന്റെ പൈസ കൊടുത്ത് തന്നെയാണ് ആ നമ്പറും ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നേടിയെടുത്തത്. ചുമ്മാതെ ലഭിച്ചതല്ല, എൻ്റെ മാത്രം കഴിവ് കൊണ്ടല്ല, നിങ്ങളുടെയും കൂടി സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്. എനിക്ക് ഒരു കാറ് കിട്ടാൻ നിങ്ങളും കാരണക്കാരാണ്. എന്നെ ഇഷ്ടപ്പെടുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. എനിക്ക് വോട്ട് ചെയ്യുകയും ചെയ്തവരോടും നന്ദിയുണ്ട്. നിരവധി പേരായിരുന്നു വീഡിയോയുടെ താഴെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത്. അവരോടും നന്ദി മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരോടും സ്നേഹം മാത്രമേ എനിക്ക് പങ്കുവയ്ക്കാനുള്ളൂ. പ്രേക്ഷക പ്രീതിയോടെ തന്നെ മുന്നേറുന്ന ഒരു താരമായി തന്നെ വളരെ പെട്ടെന്ന് അനുമോൾ മാറി. സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഹാൻഡിലുകളിലൂടെയും എല്ലാ വിശേഷങ്ങളും പ്രേക്ഷകരുടെ അരികിലേക്ക് എത്തിക്കാൻ തുടങ്ങി. അതിലൂടെ തന്നെ കൂടുതൽ പ്രശസ്തിയിൽ താരം എത്തിയെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. എല്ലാവരും എന്നെ കാണുമ്പോൾ ചോദിക്കുന്ന 2 ചോദ്യങ്ങളൊന്ന്, അതിലൊന്നിതാണ്: നിങ്ങളുടെ കുടുംബത്തിലേക്ക് പുതിയൊരാളെ കൊണ്ടുവരാനാണ് ഞാനിപ്പോൾ പോകുന്നത്. ഞാൻ ആഗ്രഹിച്ചതും ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള ഒരാൾ. കുടുംബസമേതമാണ് ഞങ്ങൾ ഇവിടെ ഒക്കെ പോകുന്നത്. അങ്ങനെ ഒരു നിമിഷത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെങ്ങനെയാണ്? ഇപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. അത് എല്ലാവരും ചോദിച്ച കാര്യം യാഥാർത്ഥ്യമാവുകയാണ്. ബിഗ് ബോസിൽ നിന്നും കിട്ടിയ കാർ എവിടെയെന്ന് എല്ലാവരും എന്നോട് ചോദിച്ചു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്, നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതാണ്. ബിഗ് ബോസിൽ നിന്നുള്ള ഒരു ഗിഫ്റ്റ് ആയിരുന്നു ഇത്. എൻ്റെ കിയയുടെ നമ്പർ തിരിച്ചിട്ടാൽ പുതിയ കാറിൻ്റെ നമ്പറായി. കുറേ ദിവസമായി കാർ വന്നിട്ട്, പക്ഷെ അതുപോയി എടുക്കാനൊരു സമയം കിട്ടിയില്ല. ഞാൻ ഫ്രീ ആകുമ്പോൾ ഇതുവരെ കിട്ടില്ല, അതാണ് സംഭവം. ഇവർ ഫ്രീ ആകുമ്പോൾ എന്നെയും കിട്ടില്ല. ഇതൊരു കാര്യമായി മാറി. അതുകൊണ്ട് തന്നെയാണ് വണ്ടി എടുക്കാൻ ഇച്ചിരി ലേറ്റ് ആയത്. നിങ്ങൾ ഇത്തവണത്തേക്ക് എന്നോട് ക്ഷമിക്കണേ. ഇത്തവണ എനിക്കൊന്ന് ചെറുതായിട്ട് പാളിപ്പോയി. അതോടൊപ്പം തന്നെ അനുമോൾ ചില കാര്യങ്ങളും പറയുന്നുണ്ട്. ഗിഫ്റ്റ് കിട്ടിയതാണെങ്കിലും ടാക്സായി നമ്മളൊരു എമൗണ്ട് അടച്ചിട്ടുണ്ട്. 11 ലക്ഷത്തോളം ഇങ്ങനെ അടച്ചിട്ടുണ്ട്. ഈ നമ്പർ കിട്ടാൻ കുറച്ച് പാടുപെട്ടു. ഈ ഒരു നമ്പർ ആയിരുന്നു 6633. കിട്ടിയതോ കിയയുടേത് 3366 എന്നുള്ളതായിരുന്നു. വണ്ടി നമ്പർ ഏകദേശം ഒരുപോലെ ആയിരിക്കണമെന്ന് ആഗ്രഹിച്ചു, അതും ലഭിച്ചു. അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാനിത് കാണുന്നത്. അങ്ങോട്ട് 11 ലക്ഷം രൂപ ടാക്സ് അടയ്ക്കണമെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഒന്ന് അന്താളിച്ചു. പിന്നീടാണ് കാര്യങ്ങളെല്ലാം ക്രമാതീതമായി എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാനത് ഏറ്റെടുക്കാനും പങ്കുവയ്ക്കാനും തുടങ്ങി. ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന പോലൊരു വാർത്തയായി ഇത് മാറാനും തുടങ്ങി. അതുകൊണ്ട് തന്നെ അനുമോളുടെ വാർത്തകൾക്ക് വളരെയധികം സ്നേഹം തുളുമ്പുന്ന പൂക്കൾ തന്നെയാണ് എല്ലാവരും നൽകുന്നത് എന്ന് പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.